പിന്നെ ആരാ ഉള്ളത്? പിന്നുള്ളത് എല്ലാരെയും പറഞ്ഞു. അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞ്? അള്ളാഹ് എല്ലാ ദിവസവും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന അള്ളാഹ് എല്ലാ രാത്രിയും എല്ലാ അർദ്ധരാത്രിയിൽ തന്റെ റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പഠിക്കുന്ന കുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു, ഇന്ത്യയിൽ അർദ്ധരാത്രി ആകുമ്പോഴാണോ വരിക അല്ലെങ്കിൽ അമേരിക്കയിൽ അർദ്ധരാത്രി ആകുമ്പോഴാണോ എന്ന് ചോദിച്ചു. മുജാഹിദ് മൗലവിമാര് അൽമനാറിൽ എഴുതി വെച്ചതാണേ. 988 സെപ്റ്റംബറിൽ ഈ അൽമനാറിൽ അർദ്ധരാത്രി ആകുമ്പോ എന്ത് ചെയ്യൂ? അള്ളാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന തന്റെ റബ്ബ് ആകാശത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ അമേരിക്കയിൽ രാത്രിയാകുമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാകുമോ എന്ന് ചോദിച്ചു. അപ്പോഴേ പഠിപ്പിക്കുന്ന മാഷി അപ്പോഴാണ് ആലോചിക്കുന്നത്, ഓ ഇങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ, ഇതിപ്പോ എന്താ പറയാ? അതിങ്ങനെ രാത്രി തന്നെ ഓരോ സെക്കൻഡ് ഓരോ സ്ഥലത്ത് രാത്രിയാവുമല്ലോ, ഉരുണ്ട ഭൂമിയല്ലേ. ഒരു സ്ഥലത്ത് രാത്രിയായി, ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തായി, ഒരു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഒട്ടായ രാത്രി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ അള്ള എന്താ ചെയ്യാ? എല്ലാ നാട്ടിലും എത്തണ്ടേ, എല്ലാവർക്കും ഉള്ളവർ അള്ളല്ലേ. അപ്പൊ അള്ള എന്താ ചെയ്യണ്ട്? അള്ള ഇങ്ങനെ കറങ്ങന്നെ, രാത്രി എല്ലാ സ്ഥലത്തും എത്താൻ ഭൂമി കറങ്ങന്നെ. ഈ രൂപത്തിൽ അള്ളഹാനെ കുറിച്ചും പറഞ്ഞു. ഇനി ഇവരെന്താ പറയേണ്ടത്? എന്നിട്ട് ഇപ്പൊ ഇവർ നമ്മളെ മുശ്രിക്കാക്കാൻ നടക്കണേ. ഞാനിത് പറഞ്ഞു വരുന്നത് എല്ലാ വിധത്തിലും പിഴച്ച്. കർമ്മങ്ങളോ, നിസ്കാരത്തിന്റെ ഫർദ് മാറ്റിയാവുന്ന ഇപ്പം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഒരു ബുക്കിൽ 9, വേറൊരു ബുക്കിൽ 10, വേറൊന്നിൽ 13. അങ്ങനെയായി നിസ്കാരം പോക്കി. ഒതുവിന്റെ കാര്യം അത് അതിനേക്കാളും പൊക്കി. ഒതു മുറിയുന്ന കാര്യം സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾ തൊട്ടാ അത് മുറിയുന്നില്ല. കോയക്കുട്ടി ഫാറൂഖിന്റെ ഒരു ബുക്ക് എഴുതി എന്റെ അടുത്തുണ്ട്. അതിലയാൾ പറയുന്നു, വായു പുറപ്പെട്ടാൽ ഒതു മുറിയണമെങ്കിൽ എന്ത് വേണോ? ഭയങ്കര ശബ്ദം വേണോ, അല്ലെ ഭയങ്കര വാസന വേണോന്നാ. ഇതില്ലെങ്കിൽ മുറിയൂല. കാരണം അയാൾ ആലോചിച്ചപ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഒതുവെടുത്തത് മുഖത്തും കൈക്കും തലക്കും കാലിനുമാണ്. അങ്ങപ്പുറത്തെങ്ങാനും ഒരു കാറ്റ് പോയി ഇവിടെ എങ്ങനെ ഒതു മുറിയാന്ന്. അപ്പൊ അത് പിടുത്തം കിട്ടുന്നില്ല. അതൊക്കെ യുക്തിവാദമാണല്ലോ. അപ്പൊ അതിന് പിടുത്തം. അപ്പൊ പിന്നെ ഉപ്പർ കണ്ടുപിടിച്ച്, ശബ്ദം ഉണ്ടെങ്കിൽ ചേട്ട് കൂടി കയറും ഇവിടുത്തെ ഒന്ന് മുറിയോലോ, മണം ഉണ്ടെങ്കിൽ മൂക്ക് കൂടി കയറും ഇവിടെ ഉള്ളത് അതും മുറിയോലോ. ഇത് രണ്ടും ഇല്ലെങ്കിൽ മുറിയൂല. അങ്ങനെയാ പാസാക്കിയത്. എന്താണ് സുബ്ഹാൻ. ഇതൊക്കെ എന്റെ കയ്യിലുള്ള ബുക്ക് ചെയ്യുമ്പോൾ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ രൂപത്തിൽ നോമ്പിന് പറഞ്ഞ നിങ്ങൾ ഖുറാഫികൾ പറയും പോലെ ഒന്ന് നോമ്പ് വെക്കണ്ടേ? എന്താ ഖുറാഫികൾ പറയുന്നത് കേട്ടോളി. എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പൊ അത്താഴം കഴിച്ചോണ്ടിരിക്കുമ്പോ സുബി ബാങ്ക് കേട്ടാൽ ചാടി എണീക്കുകയും വേണ്ട, വായിലുള്ളത് തുപ്പയും വേണ്ട. പിന്നെന്താ വേണ്ടി? നന്നായിട്ട് അങ്ങ് ഇറക്കി തന്നെ, നന്നായിട്ട് കഴിക്കന്നെ. ഇത് ശബാബ് 98 ജനുവരി 9. ഈ രൂപത്തിൽ നിസ്കാരവും പോക്കി, ഒതുവും പോക്കി, നോമ്പും പോക്കി. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഹജ്ജിനെ പറ്റി ഒരു ലഘുലേഖരി എന്റെ വെട്ടിയിലുണ്ട്. അതിലൊരു ഹജ്ജിന്റെ റുക്കനും കുറച്ചിരിക്കുന്നു. എല്ലാ അമലുകളും വെട്ടിച്ചുരുക്കി ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തി, അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. സുന്നികൾ മുഴുവൻ മുശ്രിക്കുകളുമായി. ഇനി ഒന്നും ബാക്കിയില്ല. അവസാനം കൊടിയ സിർക്ക് തന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയില്ല. അള്ളാഹിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചാൽ കൊടിയ സിർക്ക്. സെൽസബിയിൽ 954 ഒക്ടോബറിൽ ഉമറുമേലി പറയാണ്, എന്താണ് സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് പോയാലും മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. ഹജ്ജിന് പോയാലും മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. എന്നാൽ ആ പോക്ക് 2 വിധത്തിലാവുന്നു. മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നത് അതിപുണ്യമായതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക. ഇവരെല്ലാം ബ്രെയിൻ എന്താ പറ്റിയെന്ന്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ ഉണ്ടാകുന്നതിന്റെ 10-1 പ്രതിഫലം മാത്രമേ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുള്ളൂ. അപ്പൊ മക്കയിൽ പോയാൽ പിന്നെ ഇവര് മദീനയിൽ പോകുന്ന എന്തിനറിയോ? മക്കയിൽ 1 കോടിയാണെങ്കിൽ മദീനയിൽ 10 ലക്ഷം. മക്കയിൽ 10 ലക്ഷം ആണെങ്കിൽ മദീനയിൽ 1 ലക്ഷം. ഈ 10-1 കിട്ടാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് പോകുന്നതെന്നാ പറയുന്നത്. എന്തിന്? അതിപുണ്യമുള്ളതുണ്ട്. അതിപുണ്യം എന്താ? 10-1. അപ്പൊ മക്കയിൽ പോയ ആള് മദീനത്തേക്ക് പോകുന്നത് എന്തിനാണ്? അവിടെ പോയാൽ 10-1 കൂലി കിട്ടുന്ന ഒരു പള്ളി കിട്ടൂ. മക്കയിലെ പള്ളി 10 ഇരട്ടി കൂലി കിട്ടുന്നതാണ്. ഈ 10 ഇരട്ടി കൂലി കിട്ടുന്ന സ്ഥലത്ത് മുജാഹിദികൾ മദീനത്ത് പോകുന്നത് എന്തിനാ? 10-1 കിട്ടുന്ന പള്ളിയിലേക്ക് വന്ന് 10% കിട്ടുന്ന പള്ളിയിലേക്ക് പോവാണ്. കാരണം അതിപുണ്യാണ് 10%. ഏടുന്ന കണക്ക് മേടിച്ച് പിന്നെ ഇവർക്ക് ആ ഖുർആൻ ഹദീസും മനസ്സിലാകും. ഒരു കണക്കും കൂടി മനസ്സിലാത്തവർക്കാണ് ഖുർആൻ ഹദീസും മനസ്സിലാകുന്നത്. എന്നിട്ട് ഇയാൾ പറയാം അതിനു വേണ്ടി പോലുണ്ട്. അതാ പറയുന്നത്, നിസ്കരിക്കുന്നത് അതിപുണ്യമായത് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക. ഇത് മുവഹിദുകളുടെ നിലപാടാകുന്നു. മുവഹിദ് വെച്ചാൽ മുജാഹിദീങ്ങൾ. രണ്ടാമത്തേത് നബിയുടെ അനുഗ്രഹം കാംക്ഷിച്ചു പോകുക. ഇത് ശിർക്കിന്റെ ദുസ്വഭാവമാകുന്നു. നബിയുടെ അനുഗ്രഹം ആഗ്രഹിച്ച ശിർക്കായി. സുബ്ഹാനല്ലാഹ്. അതിനെ സംബന്ധിച്ച് അയാൾ പറയുന്നു, ഏത് ജാതി ശിർക്കാന്നറിയോ? ഈ ശിർക്ക് മാന്യവായനക്കാരെ പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്. കഠിനമായ ശിർക്ക്, ബിംബാരാധനേക്കാളും കടുത്ത ശിർക്ക്.
റസൂലുള്ളാഹിന്റെ അനുഗ്രഹം കാംക്ഷിച്ചാൽ ബിമാരാതിനേക്കാളും കടുത്ത ശിർക്ക്. അല്ലാഹ് പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രം ജീവിച്ചിരിക്കുന്നവർക്ക് ആലമീൻ എന്ന് പറയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ റബ്ബ് എന്നാ? നബിയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ റബ്ബ് എന്നാണോ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? മറിച്ച് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്കും മുമ്പ് കഴിഞ്ഞു പോയവർക്ക് എല്ലാവർക്കും നല്ലേ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? അങ്ങനത്തെ റബ്ബ് എന്നല്ലേ? അതുപോലെ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാലോ ഏത് കാലത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാണ് മുഹമ്മദ് നബി എന്നല്ലേ? എന്നിട്ട് അല്ലാഹു വേറൊരു സ്ഥലത്ത് റഊഫുർ റഹീം അതും പറയുന്നു, റഹ്മത്ത് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് നബി. അത് ആഗ്രഹിച്ച ശിർക്കാണ് ഉമർ മൗലവി. ആ ഉമർ മൗലവി പരിശുദ്ധ ഖുർആന് ഘടകവിരുദ്ധമായി ആശയങ്ങൾ പറഞ്ഞ കാരണത്താൽ ഉമർ മൗലവിന്റെ മാല പാടണോ എന്നാണ് മുജാഹിദിന്റെ തീരുമാനം. പിന്നെയോ ഉമർ മൗലവിന്റെ മൗലൂദ് ഓതണോ? റസൂലുള്ളാഹിന്റെ മൗലൂദേ ശിർക്കുള്ളൂ. നിങ്ങൾ അറിയോ?